പക്ഷെ എന്നിട്ട് സുരേഷ് ഗോപി നമ്മൾ നേരത്തെ ഒരുപാട് തവണ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ മൈക്ക് കാണുമ്പോഴെല്ലാം ചാടി ചാടി വീഴരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഉപദേശ രൂപേണയൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അദ്ദേഹം ആ വീഡിയോ കണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇപ്പം അദ്ദേഹം മാധ്യമങ്ങളെ അടുപ്പിക്കുന്നതേ ഇല്ല. മൈക്ക് കൊണ്ടുവച്ച ഉടനെ പുള്ളി എന്തെങ്കിലും കൗണ്ടർ അടിച്ചിട്ട് അവരെ അപ്പോഴേ മാധ്യമപ്രവർത്തകർ പോവുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഒത്തിരി വിമർശനങ്ങൾ വരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ട്രോളുകൾ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, ട്രോളുകളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ എന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയാൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ പുള്ളിക്ക് മാധ്യമങ്ങളെ കുരുക്കറിയാതെ വർത്തമാനം പറയും. അവർക്ക് ഇഷ്ടമുള്ള പോലെ ആ വാർത്ത വളച്ചൊടിച്ച് വിടും. അവസാനം വരുമ്പോൾ പുള്ളി അതുവരെ ചെയ്തിട്ടില്ല. ഓല കെട്ടി വെക്കുന്നല്ലോ, ഓല കെട്ടി വെക്കുന്നുണ്ടോ പണ്ട്? ഓല കെട്ടി വെക്കുന്ന എന്തോ പാടാന്നറിയോ? ഓല വെട്ടിയിട്ട് കീറി തിരിച്ച് 3 കെട്ടുണ്ട്. ഇത് കെട്ടി വെക്കുന്നത് 2-3 കെട്ടാണ്. ഒരു 3 കൊത്തുമ്പോ മൊത്തം തറയിൽ പോകും എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപി അതുവരെ ചെയ്തു വെച്ചേക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഈ പറയുന്നതിനകത്തുള്ള അല്ലെങ്കിൽ പറയുന്നതിനകത്ത് വ്യക്തത വരുത്താത്തതുകൊണ്ടും ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള പല ചോദ്യങ്ങൾ അവർ കൂട്ടിയിണക്കി ഒരു ഉത്തരം ഒപ്പിച്ച് അതങ്ങ് പ്രചരിപ്പിക്കും. അവർക്ക് കിട്ടേണ്ട സാധനം അവരെ ഇതിനകത്തുനിന്ന് ഒപ്പിച്ചങ്ങെടുക്കും. അപ്പൊ അത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി. സുരേഷ് ഗോപി ഏറ്റവും അവസാനം മുകേഷിന്റെ വിഷയമാണെന്ന് തോന്നുന്നു. അതോടുകൂടി മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചു. മാധ്യമങ്ങൾ കേസ് കൊടുക്കുന്നു, മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ വന്ന് എന്തുവായാലും സുരേഷ് ഗോപിയെ വിട്ടിട്ട് ഇപ്പം നമ്മുടെ ഈ മനോരമയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാനി പ്രഭാകർ അവർ ഈ സ്ഥിരമായിട്ട് RSSനെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് തോന്നുന്നത്. എല്ലാവർക്കും ഉണ്ട്, എന്നാൽ ഇവരുടെ ഒരു വികാരം അധികം ഒരു വല്ലാത്ത വികാരമാണ്. അതിനെ ഉദാഹരണം പറയുന്നത് ഈ പാപ്പാമാരെ കണ്ടുണ്ടോ? പാപ്പാമാരെ പറ്റി ജോണിന് അറിയാമല്ലേ? ഈ പാപ്പാമാർ ആനപ്പുറത്ത് കയറി ഇരുന്നിട്ട് നിലത്തോട്ട് നോക്കുമ്പോൾ ഇവന്മാരുടെ വിചാരം ഇവന്മാരുടെ കീഴിലായ ലോകം മൊത്തം എന്നാണ്. അപ്പൊ ഈ ഷാനി പ്രഭാകർ വിചാരിക്കുന്നത് ഇവരാണ് ഈ ലോകത്ത്, ഈ കസേരയിലോട്ട് ഇരുന്നിട്ട് ഒരു കാര്യമൊക്കെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇവരാണ് ഈ ലോകത്ത് എല്ലാം തീരുമാനിക്കുന്നത്. ഇവർ പറയുന്നതൊക്കെയാണ് ശരി, അല്ല ഇവർ പറയുന്നതൊക്കെയാണ് ലോകം കേൾക്കുന്നതെന്നൊക്കെ ഒരു തോന്നലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ യുവരാജ് ഗോകുലിന്റെ അടുത്ത് ഈ RSS ഇപ്പൊ RSSന്റെ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഈ സംഘടനയാണ് RSS. 64 രാജ്യത്ത് ഈ സംഘടനയുണ്ട്. RSS പേരിൽ ഈ 64 രാജ്യത്ത് സജീവമായിട്ടുള്ള സംഘടനയാണ്. ഈ സംഘടന ഒരു പത്രത്തിന്റെ മുമ്പിലും വരുന്നില്ല, ഒരു പത്രത്തിന്റെ പ്രൊമോഷനോ അവരാവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ RSSകാരാന്ന് പറഞ്ഞ് പൊതുമധ്യത്തിലില്ല. ആർക്കും പ്രശ്നമുള്ള ഒരു കാര്യത്തിനും അവർ വരുന്നില്ല. അഭിപ്രായങ്ങൾ വളരെ വിരളമായിട്ട് വരും. ആ അഭിപ്രായങ്ങൾ രാജ്യത്തിനെ ബാധിക്കും, ദേശീയതയെ ബാധിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്. ഇവരെ പറ്റി ലോകത്ത് 64 രാജ്യത്തുണ്ടെങ്കിലും എങ്ങും പ്രശ്നമില്ല. കേരളത്തിൽ മാത്രമാണ് പ്രശ്നം. അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ള ചാനൽ മനോരമയ്ക്കകത്ത് ഷാനി എന്ന് പറയുന്ന അവതാരകയാണ്. അപ്പോൾ യുവരാജ് ഗോകുലിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നു, പറഞ്ഞ മനസ്സിലായി, അജിത് കുമാർ എന്തിനാണ് RSS നേതാവ്, അദ്ദേഹത്തിന്റെ പേരെന്തോ ഏതോ ഒരു അസബുള്ള അദ്ദേഹത്തെ കാണാൻ പോയത്. അജിത് കുമാർ അത് IPS കാരനായി അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. RSSനെ കണ്ടൂടെ? ഇന്ത്യയിലെ നിരോധന അല്ലെങ്കിൽ വല്ലതുമാണോ? എന്തെങ്കിലും കുഴപ്പമുള്ള ആളാണ് ഈ അജിത് കുമാർ കണ്ടതിന് പിണറായി വിജയൻ എന്താ വേണം? ഈ അജിത് കുമാർ പറഞ്ഞ് യുവരാജ് ഗോകുൽ എന്താ വേണം? അല്ല ഈ അജിത് കുമാർ RSSനെ കാണണ്ടെന്ന് ഇവർ തീരുമാനിക്കുന്നതിനാരാ? ഇവരാണ് പണ്ട് പറഞ്ഞത് ഇവിടുത്തെ SDPIക്കാരനും PFIക്കാരനും ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഞങ്ങൾ പറയാത്തത് RSS വളർന്നു പോകുന്നു കണ്ടുകൊണ്ടാണ്. അത്തരത്തിലുള്ള വർഗീയതയുള്ള സ്ത്രീയാ. എൻ്റെ പൊന്ന് ഷാനി പ്രഭാകരെ, ഈ 24-നകത്ത് സുജാ പാർവതി എന്ന് പറഞ്ഞൊരു ഒരു ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. 24 ജോലി. ഇപ്പോൾ അവരെനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിനകത്ത് 24-ൽ നിന്ന് ഒരാവേശത്തിൽ അവരെ അങ്ങ് പുറത്താക്കി. ഞാൻ നേരിട്ട് കണ്ട ഓരോ പറയുന്നത്. അവരെ അങ്ങ് പുറത്താക്കി. എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട RSSന്റെ ഇപ്പം ഈ പറയുന്ന 10 പേരിലൊക്കെ വരുന്നതിനകത്ത് 2, 3, 4 ഒക്കെ ആയിട്ട് വരുന്ന ഒരു വലിയ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു ഒരാഴ്ച. ആ സമയത്താണ് സംഭവിക്കുന്നത്. ഇതുപോലും കണക്കിലെടുക്കാതെ 24-നെ ഈ സുജാ പാർവതിയെ പുറത്താക്കിയല്ലോ. വലിയ പിണറായി പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പറഞ്ഞുകൊണ്ട് അത് അതിന്റെ മാനേജ്മെന്റ് പറഞ്ഞു വിട്ടു. അവർ വെളിയിൽ പോയി, വലിയ വിഷയമാണ്. ഏതോ ഉദ്ഘാടനത്തിന് പോയി. അതെ എന്തോ BJPയുടെ അല്ലെങ്കിൽ RSSന് ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരെ മാറ്റി നിർത്തുന്നത്. 24-ന്റെ പ്രധാനപ്പെട്ട മാനേജ്മെന്റിന്റെ മൊത്തം സ്റ്റാഫുകളും വന്ന് നിരയായിട്ട് ഈ RSS നേതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ കണ്ടതാ.
അത് ഒരു ദിവസമല്ല, ഓരോ ദിവസവും വന്നിരിക്കും. ഞാൻ നേരിട്ട് കണ്ടതാ, കാരണം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ആ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. ഇരിക്കത്ത് പോലും ഇല്ല. പുള്ളി ഇരിക്കാനൊക്കെ പറഞ്ഞു, ഇരിക്കത്ത് പോലും ഇല്ല. എന്നിട്ട് അത് കോംപ്രമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? 24-ൽ സുജാ പാർവതിയെ തിരിച്ചെടുത്തതിന് ശേഷം സുജാ പാർവതിയുടെ ഇഷ്ടപ്രകാരം അവർ പിന്നെ പറഞ്ഞു എനിക്ക് അവിടെ ഇരിക്കാൻ താല്പര്യം, ഇഷ്ടപ്രകാരം അവിടുന്ന് രാജിവെച്ച് പോയാണ് റിപ്പോർട്ടർ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാനീ പറയുന്നത്, ഷാനി പ്രവാരെ അവിടെ ഇരുന്ന് ഈ ആനപ്പുറത്തിരുന്ന് പാപ്പാൻ കാണിക്കുന്ന തൊഴില് ഈ മനോരമയുടെ സ്റ്റുഡിയോയിലിരുന്ന് RSSനോട് കാണിച്ചാൽ RSS ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. RSS ഈ ഷാനി പ്രവാരന്റെ വിഷയമല്ല, അല്ലെ മനോരമ ചാനലും വിഷയമല്ല. പക്ഷെ ഒന്ന് തുനിഞ്ഞാൽ ഈ ചാനൽ പോലും കാണത്തില്ല. പണിയെടുക്കാൻ ഇടം കൊടുത്ത ചാനൽ പോലും ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉരുത്തിരിച്ചുകൊണ്ട് വരും. ഈ കൊച്ചിന് എന്തോ പ്രശ്നമുള്ള കൊച്ചാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി RSSനോടും BJPയോടും ഒക്കെ കാണുന്ന എന്തോ ഒരു വൈകാര്യമായിട്ടുള്ള പ്രശ്നമാണ്. അല്ലല്ല, അവർ കുറ്റം ചെയ്തിട്ടൊന്നുമല്ല. അജിത് കുമാർ RSSന്റെ നേതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അജിത് കുമാർ പിണറായി വിജയന് വേണ്ടി RSS നേതാവിനെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ശുപാർശക്കാരനായിട്ടുള്ള അജിത് കുമാർ വന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു നേതാവല്ല RSSന്റെ പറയുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യ ഭരിക്കുന്ന, അല്ലെ ലോകത്ത് 64 രാജ്യത്ത് ഞാനീ പറഞ്ഞതുപോലുള്ള ഒരു വലിയ സംഘടനയുടെ നേതാവാണ്. അവരീ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ശുപാർശകൾ ഇവരീ പറയുന്ന മാധ്യമങ്ങൾ ഉരുത്തിരിച്ചുകൊണ്ട് വരുന്ന പിണറായി വിജയന്റെ മകളുടെ വിഷയം, ഇവിടുത്തെ അഴിമതിയുടെ വിഷയം, ഇവിടുത്തെ പഠനം നിൽക്കുന്നതിന് വേണ്ടി RSSനെ BJPയെ സ്വാധീനിക്കാൻ അജിത് കുമാറിനെ പറഞ്ഞു വിട്ട് സംസാരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തേർഡ് റേറ്റ് മാധ്യമപ്രവർത്തനം. സാധാരണക്കാരന് ഒക്കെ മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ സാധാരണക്കാരൻ ഇതൊക്കെ വിശ്വസിക്കായിരിക്കും. RSSനെ പറ്റി അറിയാവുന്നവനും അല്ലെങ്കിൽ ആ നേതാവിന്റെ വലിപ്പം അറിയാവുന്നവനും ഒക്കെ ഒരുപക്ഷെ പിണറായി നേരിട്ട് എന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുമെന്നുള്ള ധാരണ എനിക്കില്ല. ഞാൻ RSSകാരനല്ല, പക്ഷെ RSSനെ പറ്റി എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പലയിടത്തും വെച്ച്. അതിന് ബോധ്യപ്പെടാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ RSS ഏതൊക്കെ വഴിക്ക് നിന്നു കൊടുക്കുമെന്നും RSS എന്തൊക്കെ സംസാരിക്കുമെന്നും RSS എത്ര രാഷ്ട്രീയം പറയുമെന്നും ഒക്കെ എനിക്കറിയാം. RSS ആരോടും അങ്ങനെ നിങ്ങൾ ഇപ്പൊ ജോണിനെ കണ്ടാൽ ജോണിന്റെ രാഷ്ട്രീയം CPM ഓ കോൺഗ്രസോ ആണെങ്കിൽ അതിനെതിരെ സംസാരിക്കാനൊന്നും നിൽക്കത്തില്ല അവർ. നിങ്ങൾ പറയുന്ന ഒരു പക്ഷേ അവർ കേട്ടിട്ട് പോകുന്ന നേതാക്കന്മാർ അവരൊരു മറുപടിയും പറയത്തില്ല. അവര് മറുപടി പറയേണ്ടിടത്തും സംസാരിക്കേണ്ടിടത്തും അവർക്ക് സംസാരമല്ല കൂടുതൽ, പ്രവൃത്തിയാണ് കൂടുതൽ. ഞാനീ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഓടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ രണ്ടാമതും അദ്ദേഹത്തെ പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാനലുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ RSSും BJP ആയതുകൊണ്ടാണ്. അയാൾ എന്ത് നന്മ ചെയ്താലും ആ നന്മയില്ല, അതിനെ തിന്മ കണ്ടുപിടിക്കുന്നത്. അയാൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നന്മ ചെയ്തല്ലോ. ഒരു ക്യാൻസർ രോഗിയുടെ പ്രശ്നം, 3 പേരാ വീട്ടിൽ ക്യാൻസർ രോഗി, അയാൾ ചുമട്ടുതൊഴിലാളിയോ മറ്റുമാണ്. അയാളുടെ വീട്ടിൽ ജപ്തി വന്നപ്പോൾ ആ പൈസ കൊടുത്തിട്ട് ഒഴിവാക്കി കൊടുത്തു. ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യണ്ടല്ലേ? നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമപ്രവർത്തനമെങ്കിലേ ചർച്ച ചെയ്യണം. സുരേഷ് ഗോപിയുടെ ശത്രുവാണോ? സുരേഷ് ഗോപി ശത്രു ആയിക്കോട്ടെ, പക്ഷെ മാധ്യമപ്രവർത്തനത്തിനകത്ത് കാണിക്കോ? അയാൾ കേന്ദ്രമന്ത്രിയല്ലേ, അയാൾ രാഷ്ട്രീയക്കാരനല്ലേ? വോട്ട് ഒരു സാധാരണക്കാരൻ ചെയ്ത ഒരു ചർച്ച ചെയ്യേണ്ട ഏറ്റവും നന്മയുള്ള കാര്യമില്ലേ? അത് സമൂഹത്തിന് ഒരു മെസ്സേജ് അല്ലേ കൊടുക്കണ്ടേ? അപ്പൊ അതല്ലേ ചർച്ച ചെയ്യുന്നത്? അജിത് കുമാർ പോയി RSS നേതാവിനെ കാണാൻ. ഷാനി പ്രവാന് കുഞ്ഞുകളിക്കാനുള്ള നേതാവ് RSSന്റെ. അത് ഷാനി പ്രവാന് തീയെ തൊട്ടില്ല, കുഞ്ഞുങ്ങൾ തീയെ തൊടുന്ന പോലെ ഇരിക്കുന്നത്. അവർ കയറി പ്രതികരിച്ചാൽ അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയാൽ. കാരണം അനുഭവമുണ്ട്. ഷാനി ഒരു കാര്യം ചെയ്യുക, സുജാ പാർവതിയെ അറിയാമായിരിക്കുമല്ലോ, സുജാ പാർവതിയോട് ചോദിച്ചാൽ മതി, അല്ല 24ന്റെ മാനേജ്മെന്റോട് അറിയാമെങ്കിൽ ചോദിച്ചാൽ മതി RSSന്റെ വലിപ്പം എത്ര ഉണ്ടെന്ന്, അതിന്റെ ബുദ്ധിമുട്ട് എന്തോ ഉണ്ടെന്ന്. ഈ കൊച്ചി ഇവിടെ ഇരുന്ന് ഈ പറയുന്ന കുഴപ്പത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ മനോരമയുടെ മാനേജ്മെന്റ് സമാനം പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാനീ പറഞ്ഞത് ഈ RSSനെ എന്റെ പുറകെ നടക്കാതെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കാൻ രാഷ്ട്രീയം നോക്കാതെ നിസ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. അജിത് കുമാറിനെ വിട്ടാൽ കേൾക്കുന്ന RSS നേതാവ് ഇന്ന് RSSന്റെ ഒരു തലത്തിലും ഇരിപ്പില്ല പിണറായി വിജയന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി. പിന്നെ VD സതീശൻ പറഞ്ഞാണ്. VD സതീശൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ VD സതീശൻ അടുത്ത പ്രാവശ്യം ഇവിടുത്തെ മുഖ്യമന്ത്രി ആവുന്നതിന്, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് ഒന്നിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കുന്നതിന് അയാൾക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അയാള് ഹിന്ദുവാണ്, അല്ലെ നായരാണ്, അതവിടെ നിൽക്കും. ബാക്കി വരണ്ട എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെ ഒക്കെ ആണല്ലോ. അപ്പൊ അവർക്കൊക്കെ സൂഹിക്കുന്ന രീതിയിൽ സംസാരിച്ചാലേ ഒക്കത്തുള്ളൂ. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും സംസാരിക്കും. അത് ഈ കൊച്ചു കയറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? IPSകാർക്കും IASകാർക്കും ഒക്കെ കേരളത്തിലെ പിണറായി വിജയനെക്കാട്ടി കേന്ദ്രത്തിലെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് നിന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ എന്തെങ്കിലും വിഷയം കാണും, അല്ലെങ്കിൽ പേഴ്സണലി അദ്ദേഹത്തിന് അറിയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു നേതാവിനെ കാണാൻ പോലും സാധിക്കത്തില്ല. കാരണം അവരതിന് നിന്ന് കൊടുക്കുന്നില്ല. അവർക്ക് ഇവിടെ ഒന്നും ഒരു IASകാരന്റെയും ഒരു IPSകാരന്റെയും അല്ലെങ്കിൽ ആരുടെയും ശുപാർശ കൊണ്ടൊന്നും നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. അവരൊരു 100 രൂപയുടെ മുണ്ടും 50 രൂപയുടെ
ഉടുപ്പും ചെരുപ്പും ഒക്കെ ഇട്ട് ജനങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ പൊതുമധ്യത്തില്ലാതെ അവരാഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടപ്പാക്കാനും ലോകത്ത് നടപ്പാക്കാനും ഒക്കെ നയിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് പറയുന്ന സംഘടന. അതുകൊണ്ടാണ് RSSനെ അറിയാവുന്നവരെല്ലാം അംഗീകരിച്ചു പോകുന്നത്. ഇവിടുത്തെ നെഹ്റു അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി അംഗീകരിച്ചിട്ടുണ്ട്, ലോകമൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ കുറെ കോൺഗ്രസ്സുകാർക്കും പിന്നെ മനോരമയിലെ ഷാനിക്കും പിന്നെ ചില ആൾക്കാർക്കൊക്കെ അംഗീകരിക്കാൻ പറ്റാത്തതിന് വേറെ ചില സോക്കേടാണ്. ആ സോക്കേട് എടുത്താൽ ജോലി പോകുന്നതല്ല, ആ ചാനലിലൂടെ പോവും എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.